ഗ്രാമപ്രദേശത്താണോ താമസിക്കുന്നത്? എങ്കിൽ സൂക്ഷിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ സിലിണ്ടർ നാളെ തീർന്നാൽ അടുത്ത 45 ദിവസത്തേക്ക് നിങ്ങളുടെ വീട് പട്ടിണിയിലായേക്കാം. കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം. പക്ഷേ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമമാണിത്. നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്ത് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുമ്പോൾ അത് നിങ്ങളുടെ അടുക്കളയിലെ സിലിണ്ടറിനെ ബാധിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യുദ്ധം വരുമ്പോൾ ഗ്യാസ് കിട്ടില്ലെന്നൊരു പേടി പെട്ടെന്നങ്ങ് പടർന്നു പിടിച്ചു. അതോടെ 55 ദിവസത്തിൽ ഒരിക്കൽ സിലിണ്ടർ ബുക്ക് ചെയ്തിരുന്നവർ പേടിച്ചിട്ട് 15 ദിവസം കൂടുമ്പോൾ ബുക്ക് ചെയ്യാൻ തുടങ്ങി. ഈ പാനിക് ബുക്കിംഗ് കാരണം പൊതുവിതരണം താറുമാറായി. അങ്ങനെ ഈ പ്രശ്നത്തിന് പരിഹാരമായാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഈ കടുത്ത തീരുമാനമെടുത്തത്. ഇനി മുതൽ ഗ്രാമപ്രദേശങ്ങളിൽ ഒരു സിലിണ്ടർ കിട്ടിയാൽ അടുത്ത ബുക്കിംഗിനായി 45 ദിവസം കഴിഞ്ഞ് പറ്റൂ. മുമ്പ് ഇത് വെറും 25 ദിവസമായിരുന്നു. അതായത് ഒരു മാസത്തിൽ 2 സിലിണ്ടർ എന്നത് ഇനി നടക്കില്ല. ഗ്രാമങ്ങളിലെ ഒരു ശരാശരി കുടുംബത്തിന് വർഷം 5 സിലിണ്ടർ മതിയെന്നിരിക്കെ അനാവശ്യ തിരക്ക് ഒഴിവാക്കാനാണ് ഈ നിയന്ത്രണം. എന്നാൽ നഗരങ്ങളിൽ താമസിക്കുന്നവർക്ക് പേടിക്കേണ്ട. അവിടെ പാടിയ 25 ദിവസത്തെ നിയമം തന്നെ തുടരും. നിയമങ്ങൾ കടുപ്പിച്ചെങ്കിലും സിലിണ്ടർ ബുക്ക് ചെയ്യാനുള്ള വഴികൾ സർക്കാർ കൂടുതൽ എളുപ്പമാക്കിയിട്ടുണ്ട്. ഇനി ഏജൻസിയിലേക്ക് ഓടണ്ട. നിങ്ങളുടെ ഫോൺ എടുത്തോളൂ. സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറുകൾ ശ്രദ്ധിക്കുക. ഇന്ത്യൻ, HP, ഭാരത് ഗ്യാസ് ഈ 3 കമ്പനികൾക്കും ഇപ്പോൾ വാട്സ്ആപ്പ് വഴിയും മിസ് കോൾ വഴിയും ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത നമ്പറിൽ നിന്ന് ഒരു റീഫിൽ മെസ്സേജോ അല്ലെങ്കിൽ ഒരു മിസ് കോളോ നൽകിയാൽ മതി. ഇന്റർനെറ്റ് ഇല്ലാത്തവർക്ക് SMS സൗകര്യവും ലഭ്യമാണ്. പക്ഷേ ബുക്ക് ചെയ്തിട്ടും സിലിണ്ടർ വീട്ടിലെത്തിയില്ലെങ്കിലോ? അവിടെയാണ് നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ടത്. സ്ക്രീനിലെ ഈ ടോൾ ഫ്രീ നമ്പറുകൾ നോട്ട് ചെയ്ത് വെക്കുക. പരാതികൾ നേരിട്ടറിയിക്കാൻ ഓരോ കമ്പനിക്കും വെബ്സൈറ്റുകളുണ്ട്. അതുമല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ UMANG ആപ്പ് വഴി പരാതി നൽകി അതിന്റെ സ്റ്റാറ്റസ് ലൈവായി ട്രാക്ക് ചെയ്യാനും